ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട. ഞങ്ങളൊക്കെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹം എന്നെക്കുറിച്ചല്ലല്ലോ പരാതി പറഞ്ഞത്, ഏതോ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നാണ്. നിങ്ങൾ തന്നെ VD സതീശൻ ക്യാപ്റ്റനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയും, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കും, VD സതീശൻ ക്യാപ്റ്റനാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയും. നിങ്ങൾ തന്നെ ചോദിക്കും പോയി, മനസ്സിലായോ? ഇന്നലെ അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്ക് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, അത് നിങ്ങൾ ചോദിച്ചില്ല. എന്നിട്ട് വീണ്ടും പറയാം, നിങ്ങൾ കുത്തിത്തിരിപ്പിൻ്റെ ആശമരം. അപ്പോൾ കുറച്ചുകൂടി ഇപ്പം ഈ ആരോഗ്യരംഗത്തെ പോലത്തെ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പാവപ്പെട്ടവരെ ബാധിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളും കൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. രാവിലെ 9 മണിയാകുമ്പോൾ വേറെ ആകാശത്ത് നിന്ന് വാർത്ത ഉണ്ടാക്കി ഇന്നലെ ചില മാധ്യമങ്ങൾ. ഇപ്പം ഞങ്ങൾ ജയിച്ചില്ല നിലമ്പൂർ. ചിലർ പരിശോധന നടത്തി, ചിലർ പറയണ കേൾക്കുമ്പോൾ എനിക്കെന്നെ സംശയം. ഞാനൊന്ന് പിച്ച് നോക്കി, നമ്മൾ തന്നെയാണോ ജയിച്ചതെന്ന്. ചിലരുടെ കണക്ക് കൂട്ടലും കണക്കൊക്കെ പറയണ കേൾക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചില്ലേ, അതൊന്ന് അംഗീകരിക്കും. ഒരാഴ്ചത്തേക്കെങ്കിലും, ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങിക്കോ. പിറ്റേ ദിവസം ഞങ്ങളെ ജയിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ പണിയായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പം അത് വേണ്ട. ഞങ്ങൾ പറയില്ലേ, ഞങ്ങൾ കുടുംബമാണ്, ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുണ്ടാകുന്ന ചിലപ്പോൾ ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഇടുക, ഞങ്ങൾ തമ്മിലും വഴക്കൊക്കെ ഇടും. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കും. അത് നോക്കിക്കോ നിങ്ങൾ. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ട് ടീം UDF എന്ന്. 2026 തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ടീം UDFൻ്റെ കരുത്തെന്താണ്.